ഈ കൊച്ചിനെയും കൊണ്ട് വീട്ടിലിരുന്നൂടെ? എന്തോത്തിന് ഇങ്ങനെ വെളിയിലിറങ്ങി കറങ്ങാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ കറങ്ങാൻ പോയിട്ട് എന്ത് കിട്ടാനാ? എന്നൊക്കെ ഒരു 1000 ചോദ്യം നിങ്ങളോട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഒരുപക്ഷെ ഇതിനോടകം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഒളിഞ്ഞും തെളിഞ്ഞും ഒളിഞ്ഞിരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അവർക്കിത് അയച്ചു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവരെ മെൻഷൻ ചെയ്തേക്ക്. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ സ്റ്റോറി സ്റ്റാറ്റസ് വിട്ടേക്ക്, അവരിത് കാണട്ടെ, അവർക്ക് മനസ്സിലാവട്ടെ ഇത് അവരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ അപ്പുറത്തെ വീട്ടിലുള്ളവരുടെയും ഇപ്പുറത്തെ വീട്ടിലുള്ളവരുടെയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഒത്തുകൂടത്തില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് പോകത്തില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അവരെ പറ്റി പറയത്തില്ലേ? നിങ്ങൾ ശരിക്കും എന്തിനാ അവിടെ വരെയൊക്കെ പോകുന്നത്? സ്ഥിരം ചെയ്യുന്ന അടുക്കളപ്പണിയുടെ മടുപ്പിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാതിരിക്കാൻ, അല്ലെങ്കിൽ എന്നും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വീട്ടു പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒത്തുകൂടി ഇരുന്നിട്ട്, ഓ ആ പെണ്ണ് ഇപ്പൊ എന്തോത്തിനാ പ്രസവിച്ച ഉടനെ വെളി കറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തോത്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്നൊക്കെയുള്ള ഡയലോഗടികൾ നടത്തുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആക്ച്വലി ആ ഒരു പ്രോസസ്സിലൂടെ എത്തിപ്പെടുന്നത് ഒരു മനസമാധാനത്തിലാണ്. അതായത് നിലവിൽ നിങ്ങൾ സ്ഥിരമായി തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കുറച്ച് നേരത്തേക്കുള്ള ഒരു ഒളിച്ചോട്ടം. അത് തന്നെയാണ് ഞങ്ങളും വേറൊരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നിങ്ങളിത് ഈ രീതിയിൽ ചെയ്യുന്നു, ഞങ്ങളത് പുറത്ത് യാത്ര പോയി അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരെ കണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ കണ്ട് കുറച്ച് സമയം ശാന്തമായിട്ടിരുന്ന് സമാധാനം കണ്ടെത്തും. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും പ്രോസസ്സ് ഏകദേശം ഒന്ന് തന്നെയാണ്. മനസ്സിനൊരു സമാധാനം കൊടുക്കുക. ഇനിയിപ്പോൾ മേലായി ചോദിച്ചോട്ട് വരരുത്. അപ്പൊ ബൈ.